ആളറിയോ? എനിക്കറിയില്ല. 10:30 എത്തുന്നാണല്ലോ മുതലാളി പറഞ്ഞത്. ഏവർക്കും സ്വാഗതം. ഞാൻ അമിന സലീം. അയ്യോ പറയണ്ടേ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമുക്ക് ഫെമിലിയർ ആയ ഒരാളാണ്. അവതാരം സോഷ്യൽ മീഡിയ താരവും അതുപോലെ തന്നെ ബിഗ് ബോസ് ഫെയിമുമായ അതവനാണല്ലോ രേണു സുധി ചേച്ചിയാണ്. ഒരു ആക്സിഡന്റ് കേസുള്ള യോഗ കൊത്തു വന്നത്. ചേച്ചി സ്വാഗതം. സ്വാഗതം. അല്ല ഇത് എപ്പ ഇറങ്ങി? ഞാനും സ്വാഗതം. കുറെ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുന്നത്. പാവം വളർത്തി കൊല്ലാനെന്ന് കൊളക്കോഴി അറിയുന്നില്ലല്ലോ. ഭയന്ന് വന്നതാണ്. പുതിയ വിശേഷം പുതിയ വിശേഷം അതാണ്. എല്ലാം വിധിയുടെ വിളയാട്ടം. സോഷ്യൽ മീഡിയ പറയുന്നത് ചേച്ചി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ പറഞ്ഞിട്ടില്ല. ദുബായിൽ പോയി ബാർ ഡാൻസർ ആവാനാണ് എന്ന് പറയുന്നുണ്ട്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്താണ് ജോലി? ഡാൻസ് കളിക്കുന്നതല്ലേ? പിന്നെ ബാർ, നമ്മുടെ ഈ മനുഷ്യർ ഇവിടുത്തെ കുറെ ആൾക്കാർ ബാർ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പോലെ ഇരിക്കും. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? എന്തോ പോലെയാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ ദുബായിൽ ഫാമിലിയാണ് വരുന്നത്. ഒന്നും അറിയില്ല. റെസ്റ്റോറന്റ് കൂടെയാണ്. ഫാമിലി റെസ്റ്റോറന്റ്, ബാർ റെസ്റ്റോറന്റ് ആണ്. സാധാരണക്കാരായ മലയാളികൾ കാണുന്നത് ബാറിൽ കുള്ളൊടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഫ്രണ്ടില് ഡാൻസ് കളിക്കാതെ അരിഞ്ഞ് തള്ളാത്തത്. അവൾ എന്നെയല്ല നിന്നെയല്ല, ഒരു സംസ്കാരത്തെയാണ് മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് അങ്ങനെ മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്കറിയാൻ പാടില്ല. ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. കാരണം ഞാൻ പ്രമോഷന് പോയതാണ്. അത് തൊഴിലിന്റെ ഭാഗമാണ്. അങ്ങനെ കരുതിയാ മതി. ചുമ്മാ ഇതാണ്. ഇതെന്ത് കോപ്പിലെ ചോദ്യം? ഉത്തരം പറഞ്ഞാ പിന്നെയും ചോദ്യമോ? ഇന്റർവ്യൂവിനുണ്ടേ. പ്രമോഷന് പോയ ഒരാള്, ഗസ്റ്റ് ആയിട്ട് പോയ ഒരാള് എന്തിന് കള്ളു കുടിച്ച് ഡാൻസ് കളിച്ചു? ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. കള്ളു കുടിക്കുന്ന ഇവര് കണ്ടായിരുന്നോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ വീഡിയോയില് കുടിച്ചിട്ട് അത് പ്രമോഷനാണ്. എടാ സത്യം പറ, നീ കള്ളു കുടിച്ചോ? ഞാനോ കള്ളു കുടിച്ചെന്നോ? അയ്യേ, കള്ളാണെന്ന് ആര് പറഞ്ഞു? മോരും വെള്ളം ആകൂടെ? എന്നെ സംശയിക്കരുത്. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഫ്രണ്ടില് ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രൊമോഷന് പോയിട്ട് മാന്യമായിട്ട് പ്രൊമോഷൻ ചെയ്ത് തിരിച്ചു വരാം. മാന്യമായിട്ട് പ്രമോഷൻ ചെയ്യുന്നതാണ് അവിടെ ഡാൻസ് ചെയ്തത്. ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റില്ല. കള്ളു കുടിക്കുന്ന പരിമല ചെരുവിൽ എന്ന് പറഞ്ഞ പാട്ട്, അതിൽ ഉർവശി ചേച്ചി കള്ളു കുടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നില്ലേ? എടാ, അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അറിയോ? അതുപോലെ ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്തു. അതിനെന്താണ്? സ്വാഭാവികം. ഇനി കള്ളാണെ തന്നെ ഇവർക്ക് എന്നാന്നേ? അതൊരു ഗസ്റ്റ് എന്ന രീതിയിൽ അത് ശരിയായി. ഗസ്റ്റ് എന്ന രീതിയിൽ ശരിയാണ്. കാരണം പരസ്യത്തിന് വേണ്ടിയല്ലേ പോയത്. സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ തിരി ആട്ടിങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ്. ഇത്തരത്തില് പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കി മക്കളെ എത്തരത്തിൽ നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. ബിഗ് ബോസിൽ പോയിട്ട് ദിവസവും പേയ്മെന്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വീക്ക്ലി പേയ്മെന്റ് തരുന്നു. ആരാ ദിവസം? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? രേണുസുധി ദുബായിൽ പോയി അറബിയെ കെട്ടി കേരളം വിട്ടു. അങ്ങനെയാണ്. എന്ത് ആളൊരു സൗദി അറേബ്യയിലെ അറബിയാണ്. അപ്പൊ പറഞ്ഞു ഇന്ന പോലെ രേണു സുധി എന്നാ പേര്, ഞാനും കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തു. വേണമെങ്കിൽ ഞാനും ചേരാം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഞാനത് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇട്ടു. അതാണ് സംഭവിച്ചത്. പിന്നെ അറബി കേറി വൈറലായി. കേറിയതല്ല, എന്നെ കേറ്റിയതാ. ജട്ടക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. കേരളത്തിൽ ഒരു ശല്യം ഒഴിഞ്ഞു പോയി. അതാ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ആരും കരുതണ്ട. കേരളത്തിൽ നിന്ന് രേണുസുധി ഒഴിഞ്ഞു പോകത്തില്ല. ആ ശല്യം എന്നും ഇവിടെ നിലനിൽക്കും. ഏതായാലും ഞാൻ ഉടനെ ഇവിടം വിട്ട് പോകാൻ പോകുന്നില്ലല്ലോ. ചോദിച്ചു, തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി വേണേ ഞാൻ തരാം. ആഫ്രിക്കക്കാരന്റെ കൂടെ നിന്ന ഫോട്ടോ, അതിന്റെ താഴെ ഒന്ന് കുറച്ച് കമന്റ്സ് ഞാൻ വായിക്കാം. സാധനം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ശരിക്കും റിപ്ലൈ കൊടുക്കാം. അങ്ങനെയാണ് അതിനെ പറ്റിയ മറുപടി ഉണ്ട് എന്റെ കയ്യില്. ആഫ്രിക്കൻ ഫ്രണ്ട് പോലും ആ നൈറ്റ് ബാറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ആണ് ഇവൻ. പൊന്നു ബ്രോ, സ്നേഹം കൊണ്ട് പറയണാണ്. അങ്ങോട്ട് ചെന്ന് കയറില്ലേ, ഒറ്റയാനോട് ലിഫ്റ്റ് ചോദിച്ച സീനാണ്. സെക്യൂരിറ്റി അല്ല കുട്ടാ, ബൗഞ്ചേഴ്സ് ആണ്. ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കുത്തിയ പോലെ ആവും. എന്തോന്നടാ ഇതൊക്കെ? ലുട്ടാപ്പിയുടെ കുന്തത്തിന് കാര്യം ലുട്ടാപ്പിയോട് ചോദിക്കുന്നു. ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ. ചേച്ചി ഇങ്ങള് താങ്ങൂല, ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ്.
ഇത് ചേച്ചി ശരിക്കും അങ്ങനെയാണോ? എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത്? താങ്ങൂല കളി ചേച്ചിക്ക് താങ്ങൂല. അതാവില്ല. കളി നിർത്താത്ത ടീംസ് ആണ് അവര്. ദൈവമേ, ഇതൊക്കെ പരസ്യമായിട്ടും കാണിച്ചു തുടങ്ങി. നീ ഇപ്പൊ പറഞ്ഞ കമന്റിന് ഞാൻ ശരിപ്പെടുത്തി തരാടാ. നിന്റെ മോന്തക്കായാലും തലയെ കൂടാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചത്. ഇത് കിട്ടണത് നീ മേടിച്ചോ? എന്നാ വൃത്തികെട്ടതടി നീ. ഇതിനാണോ നീയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയത്? ജസ്റ്റ് കമന്റ് വന്ന കാര്യം ചോദിച്ചിട്ട് റേസ് ആവേണ്ട ആവശ്യമില്ല അതില്. ഇത് മറ്റേ പാമ്പായെന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ മാന്യത കാണിക്കേണ്ടതുണ്ട്. എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ടാത്ത നേരത്ത് പറഞ്ഞില്ലെന്ന് പറയും. പറയില്ലേ? അരയിലേറെ ഞാൻ മരക്കെട്ടി കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അളപ്പൊട്ടി ഒഴുകുമ്പോൾ